ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയ്റ്റ് സെറ്റ് ടെക്കിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ചീപ്പ് റേറ്റിൽ സിമ്പിളായിട്ട് എങ്ങനെ ബോട്ട് ഉണ്ടാക്കാനാണ്. അപ്പം നമുക്ക് ഷീറ്റിൻ്റെ അടിയിൽ പോകാം. നമ്മുടെ ഈ ബോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം കരയിൽ ഓടിച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇറക്കണത്. അപ്പം നമുക്ക് ഈ ബോട്ട് ഉണ്ടാക്കാം. ഈ ബോട്ടിന് നമുക്ക് ആദ്യം ആവശ്യം RC കാറിൽ നിന്ന് ഊരെടുത്ത 4 ചക്രങ്ങളും, പിന്നെ നമ്മുടെ ഈ ബോട്ടിൻ്റെ ഈ ഫൈറ്റ് ഉപയോഗിക്കുന്നത് എക്സ്റേയുമാണ്. പിന്നെ ഒരു 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയും ഒരു മിനി മോട്ടറും, ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കണക്ടറും ഉണ്ട്. പിന്നെ ഈ ബോട്ടിൻ്റെ ബോഡിയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഇത്രയും ഏകദേശം ഇത്രയും കുപ്പിയും അതിൻ്റെ മേൽഭാഗത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ബോട്ടിൻ്റെ ഒരു ഷേപ്പിൽ. പിന്നെ 2 EC പാനയുടെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ഇത് കളഞ്ഞ് നമ്മളിങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഒരു ചക്രം കയറ്റിയിട്ട് വേറെ ചക്രമായിട്ട് കൂട്ടി യോജിപ്പിക്കും. അതേപോലെ തന്നെ അടുത്തതും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ 4 ചക്രവും ഇതും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ മിനി മോട്ടർ എടുത്ത് നമ്മൾ കാർബോർഡിൻ്റെ ഒരു ചട്ടയിൽ നിന്ന് ഇത്രയും ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നടുമടക്കി ഈ കാർബോർഡ് നമ്മൾ വെട്ടി വെച്ച ശേഷം മിനി മോട്ടർ ഇതിങ്ങനെ തിരിച്ചു വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ സെല്ലോടെ പൊട്ടിക്കുക. നമ്മുടെ മിനി മോട്ടർ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് ലീഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ തുമ്പാകത്തേക്ക് നമ്മുടെ പാനയുടെ നിബ് കയറ്റുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റേന്ന് ഇങ്ങനെ ഒരു കത്രി കൊണ്ട് ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ പതുക്കെ ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടുക. പതുക്കെ മുറിക്കണം. ഈ ഷേപ്പിൽ നമുക്കിങ്ങനെ എത്ര ലീഫ് വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള അത്ര വെട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ 3 ലീഫും കട്ടയ്ക്ക് സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലീഫ്. ഇനി നമുക്കത് ബോട്ടുമ്മേ ഫിറ്റ് ചെയ്യാം. ബോട്ടിൽ ഫിറ്റ് ചെയ്യാനായിട്ട് മുമ്പ് ഈ ലീഫിന് നമുക്ക് കോമ്പസ് കൊണ്ടോ ഡിവൈഡർ കൊണ്ടോ നമുക്ക് നടുക്കിൽ ഇതിനെ ഓട്ട തുളയ്ക്കാവുന്നതാണ്. ഇതേപോലെ ഈ ലീഫ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഫിറ്റ് ചെയ്യാനാട്ടോ ഈ നിബിൻ്റെ പിന്നിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തത് 9 വോൾട്ടിൻ്റെ ബാറ്ററി ഈ നമ്മൾ ഡിസൈൻ ഉണ്ടാക്കിയതിൻ്റെ കുപ്പിയുടെ ഉള്ളിലേക്ക് വെക്കണം, വെള്ളം തട്ടാണ്ടിരിക്കാൻ. പിന്നെ ഈ വയറ ഇതുമൊക്കെ ഫിറ്റ് ചെയ്യണം. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കറങ്ങണം. നല്ല പവറാണ്. എല്ലൊക്കെ ഇളകണണ്ട നമുക്ക് മനസ്സിലാവും. നമ്മളപ്പോൾ ഇത് നമുക്കപ്പോൾ ഇനി വെള്ളത്തിൽ കൂടെ ഉണ്ടാകും. ലീവടക്കം തെറിച്ചു പോയതാണ്ട് പണ്ടത്തെ ലീഫ് മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ ലീഫാക്കിയിട്ട് ലീഫ് വെച്ചിട്ട് ഇതിനൊരു ഫോഴ്സ് കിട്ടും. അതിനുവേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ മിനി മോട്ടറിൽ ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് വിടാൻ പോവാണ്. എന്തായാലും ഇതൊരു വിജയകരമായി. ഇതൊരു ചീപ്പ് റേറ്റിലുള്ള ബോട്ടാണ്. ഇതിനെ നമുക്ക് സ്പീഡ് ബോട്ട് എന്നും വിളിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുപോലെ വീണ്ടും A to Z ടെക്കിൻ്റെ ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ സൈനിങ് ഔട്ട്. ബൈ ബൈ.